ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഗൂഗിൾ പേയിലെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഗൂഗിൾ പേ ഹോം പേജിലെ ട്രാൻസാക്ഷൻ ഹൈഡ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമായിരിക്കാം. എന്നാൽ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് അറിയുന്നവർ കുറവായിരിക്കാം. ഓക്കെ, ജിപേ ട്രാൻസാക്ഷൻ ഡിലീറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഓക്കെ, വീഡിയോയിൽ പോകുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ആദ്യമായി വിസിറ്റ് ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആൾ കൊടുക്കുക. എന്നാൽ മാത്രമേ അടുത്ത് വരുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് നമ്മുടെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തതിന് ശേഷം ഹോം പേജ് കാണാൻ സാധിക്കും. ഹോം പേജ് ഒന്ന് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ താഴെ ഷോ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ട്രാൻസാക്ഷൻ ഫുള്ളായിട്ട് കാണിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടെ ഗൂഗിൾ പേ ഹോം പേജിലേക്ക് വരാം. ഓക്കെ, ഫസ്റ്റ് ഗൂഗിൾ പേ ഹോം പേജിൽ ടോപ്പിൽ കാണുന്ന പ്രൊഫൈൽ പിക്ചറിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ആ പേജ് ഒന്ന് സ്ക്രോൾ ചെയ്യുക. ഇപ്പോൾ താഴെ കാണുന്ന സെറ്റിംഗ്സ് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. സെറ്റിംഗ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉള്ള ഒരു പേജ് ആയിരിക്കും കാണുന്നത്. ഈ പേജിൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് ഡേറ്റ ആൻഡ് പേഴ്സണലൈസേഷൻ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് പേജിൽ ഗൂഗിൾ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ ബ്ലൂ കളറിൽ കാണാൻ സാധിക്കുന്നു, അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ഈ പേജിൽ നമ്മുടെ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ നമ്മുടെ ഒരു ജിമെയിൽ ഐ ഡിയുമായി ഓൾറെഡി ലിങ്ക് ചെയ്തിരിക്കും. ഓക്കെ, ആ ജിമെയിൽ ഐ ഡി പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് പേജിൽ കാണുന്ന കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് പേജിൽ മാനേജ് യുവർ ഗൂഗിൾ പേ എക്സ്പീരിയൻസ് എന്ന ഓപ്ഷന് താഴെയായി നമ്മുടെ പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നു. ഇവിടെ നമ്മുടെ എല്ലാ ട്രാൻസാക്ഷനും കാണാൻ സാധിക്കുന്നു. ഇവിടെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ ഡിലീറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഏത് ട്രാൻസാക്ഷനാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്, ആ ട്രാൻസാക്ഷൻ്റെ സൈഡിൽ കാണുന്ന ഇൻറ്റു മാർക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ ട്രാൻസാക്ഷൻ ഡിലീറ്റ് ആകുന്നതാണ്. ഒരു ദിവസം 2ൽ കൂടുതലായിട്ടുള്ള ട്രാൻസാക്ഷൻ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആ ഡേറ്റിനടുത്ത് കാണുന്ന ഇൻറ്റു മാർക്കിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ ട്രാൻസാക്ഷൻ ഡിലീറ്റ് ആവുന്നതാണ്. ഡിലീറ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ ഡിലീറ്റ് ചെയ്താൽ പിന്നെ ആ ട്രാൻസാക്ഷൻ തിരിച്ചെടുക്കാൻ സാധിക്കുന്നതല്ല. ഓക്കെ ഫ്രണ്ട്സ്, ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ ഡിലീറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. താങ്ക്